ഞാൻ 2 ദിവസം മുമ്പ് ഒരു ബുക്കിൽ വായിക്കുവാനിടയായി തോന്നുന്നു. ഒരു ദിവസം വൈകിട്ട് ഒരു പിതാവും മകനും കൂടെ രാത്രിയിൽ പ്രാർത്ഥിക്കാനിരുന്നു. അപ്പോൾ മകൻ പിതാവിൻ്റെ സൈഡിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ എൻ്റെ പിതാവിനെ പോലെ എന്നെ ആക്കി തീർക്കണമേ, എൻ്റെ പിതാവിനെ പോലെ എനിക്ക് നീളം തരണേ, എൻ്റെ പിതാവിനെ പോലെ ആരോഗ്യം എനിക്ക് തരണേ, എൻ്റെ പിതാവിനെ പോലെ സ്മാർട്ട് ആയി തീരുവാൻ, നല്ല ജോലിക്കാരനായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് മകൻ പ്രാർത്ഥിച്ചു. അങ്ങനെ വളരെ വളരെ ആത്മാർത്ഥമായി മകൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം പ്രാർത്ഥിച്ച് ആ മകൻ ഉറങ്ങിപ്പോയി. ആ പിതാവ് ആ പ്രാർത്ഥന കേട്ടു. എന്നിട്ട് അതിനുശേഷം ആ പിതാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു, പ്രിയ കർത്താവേ, ഈ എൻ്റെ മകനെ പോലെ എന്നെ ആക്കി തീർക്കണമേ. ഈ മകന്റെ നിഷ്കളങ്കത, ഈ മകന്റെ ആ ഒരു വിശ്വാസം, ആ ഒരു ആശ്രയം, എന്നിലുള്ള ആശ്രയം പോലെ എനിക്ക് അങ്ങയിൽ ആശ്രയിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ആ പിതാവ് പ്രാർത്ഥിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവം. നാം കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഐ ആം ലൈക്ക് യു, ഓക്കെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വന്നതെല്ലാം സകലതും നന്മയ്ക്കായി കൂടുകയായിരുന്നു. ഒരു ദേവദാസൻ തന്റെ ബൈബിൾ കോളേജില് തന്റെ സ്റ്റുഡൻസിനെ ഈ വാക്യം റോമൻസ് 8:28 ഈ വാക്യം പഠിപ്പിക്കുവാനിടയായി തീർന്നു. അപ്പം കർത്താവിന്റെ ദാസൻ പറഞ്ഞു, എന്തു വിഷയം നമ്മുടെ ജീവിതത്തിൽ വന്നാലും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾ ചോദിച്ചു, എന്തും വന്നാൽ അങ്ങനെയാണോ? അങ്ങനെയാണ് എന്ന് പറയുവാനിടയായി തീർന്നു. അന്ന് ആ ക്ലാസ്സിന് ശേഷം ആ ദൈവദാസനും തന്റെ ഭാര്യയും കൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു ആക്സിഡന്റിൽ തന്റെ ഭാര്യ ഓൺ ദ സ്പോട്ടിൽ മരിക്കുവാനിടയായി തീർന്നു. താൻ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയറിൽ കിടക്കുകയാണ്. ആ സമയത്ത് തന്റെ സ്റ്റുഡൻസ് എല്ലാവരും വന്നപ്പോൾ ആ ദൈവദാസൻ ആ സ്റ്റുഡൻസിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്ക് മാറ്റിയിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ, നിർണയപ്രകാരം വിളിച്ചവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതിനുശേഷം തന്റെ ജീവിതം വളരെ ക്രിട്ടിക്കലായി, താൻ മരണത്തോട് അടുത്തു. ആ സമയം അവസാനം തന്റെ സ്റ്റുഡൻസിന്റെ ലീഡർ തന്നെ കാണുവാൻ വരുവാനിടയായി തീർന്നു. അപ്പം താൻ പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട് അവസാനമായി. ആ സ്റ്റുഡന്റിനോട് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, നീ എന്റെ കല്ലറയുടെ മുമ്പിൽ നീ ഇങ്ങനെ എഴുതി വെക്കണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിച്ചവർക്ക് സകലതും നന്മയ്ക്കായി കൂടി ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ വളരെ സന്തോഷത്തോടെ ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളിൽ ജീവിക്കുവാനല്ല, അതിനപ്പുറമാണ്. നമുക്കറിയാം, ഒരു റോക്കറ്റ് അല്ലെങ്കിൽ ഒരു ഷട്ടിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാം നാസയിൽ ഷട്ടിലുണ്ട്. ആ ഷട്ടിൽ ഉണ്ടാക്കുന്നത് എന്തിനാ? അതിന്റെ പെയിന്റ് അടിക്കാനാണോ? അല്ല. അതിന്റെ പെയിന്റ് കാണുമ്പോൾ നമുക്ക് അതിന്റെ വർക്ക് തീരുവോ? ഇല്ല. ആ ഷട്ടിലിന് ഒരു പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ. ആ ഷട്ടില് പൊങ്ങിയാലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അത് എത്തേണ്ടിടത്ത് എത്തിയെങ്കിൽ മാത്രമേ ആ ഷട്ടിലിന്റെ വർക്ക് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഉദ്ദേശിച്ചത് പൂർത്തീകരിക്കത്തുള്ളൂ. അതുപോലെ ദൈവമക്കളെ, നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, തേജസ്കരണത്തിനാണ്. ഹല്ലേലൂയ. നമുക്കൊരു തേജസ്കരണമുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു മാറ്റം വരാൻ പോകുക. നാം ഇങ്ങനെ ഇരിക്കുന്ന പോലല്ല നാം ഇരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അതിനു വേണ്ടി നമ്മളെ ഒരുക്കുവാൻ ഏതു നിലയിൽ കൂടെ നാം പോകേണ്ടി വന്നാലും അത് നന്മയാണ്. ഹല്ലേലൂയ. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുവാൻ ഇടയായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ, ഹല്ലേലൂയ, ആ അൾട്ടിമേറ്റ് പർപ്പസിലേക്ക് നാം ആയിത്തീരേണ്ടതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതു ദുരന്തവും ഒരു നന്മയാണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, ദൈവാത്മാവിനോട് കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ പറയുവാനായിട്ട്, നീ എവിടെ ചെന്ന് ദൈവത്തിന്റെ വചനം സംസാരിച്ചാലും പറയേണ്ട 2 കാര്യങ്ങൾ, ഹല്ലേലൂയ, ഇവിടെയും പറയണം എനിക്ക്. ഹല്ലേലൂയ. അതായത്, നാം ആരാണെന്നുള്ള ബോധ്യം എപ്പോഴും നമുക്ക് വേണം. നാം ആരാണ്? ഹല്ലേലൂയ. ഇപ്പം പലപ്പോഴും നമുക്കറിയാം, നാം ബലഹീനരാണ്. ലോകം നമ്മളെ നോക്കുമ്പോൾ, ഒരു ചെറിയ ചർച്ചില് ലോകം നമ്മളെ നോക്കുമ്പോൾ യാതൊരു വിലയില്ല നമുക്ക്. പക്ഷെ നമുക്കറിയാം നാം ആരാണ്. നാം ആരാണ്? ഈ ലോകത്തെ തന്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഒരിക്കലും മറന്നുപോകല്ല നാം ആരാണെന്നുള്ളത്. നാം ആരാണെന്ന് ഇന്ന് ആർക്കും അറിയത്തില്ല. എന്നാൽ നമുക്കറിയാം, യോഹന്നാൻ ഇങ്ങനെ പറയുവാനായിട്ട്, അവൻ വരുമ്പോൾ
അവനെ പോലെയായി തീരും. Praise the Lord. ദൈവമക്കളെ, നാം ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരാം, നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വരാം, നമ്മുടെ ജീവിതത്തിൽ ലോകക്കാരെ നോക്കുന്നു നമുക്ക് ഒത്തിരി പണം കാണത്തില്ലായിരിക്കാം, നമുക്ക് ഈ ലോകത്തെ പോലെ ആൾക്കാരുടെ അത്രമാത്രം ഇൻഫ്ലുവൻസ് നമുക്ക് കാണത്തില്ലായിരിക്കാം. എന്നാൽ നാം ഒന്ന് ഓർക്കണം, ഹല്ലേലൂയ, നാം യേശുവിന്റെ മണവാട്ടിയാണ്. രണ്ട്, ഹല്ലേലൂയ, നാം ഈ ലോകത്തിലായിരിക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപരാണ്. ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ നമുക്കറിയാമല്ലോ, നമുക്കിപ്പോ തന്നെ ഒരു മാരേജ് പ്രപ്പോസൽ വരുമ്പോൾ എപ്പോഴും ഒരു പുരുഷൻ ഒരു സ്ത്രീ തമ്മിൽ വരുമ്പോൾ there is a status. ഹല്ലേലൂയ, ആ ഒരു സ്റ്റാൻഡേർഡ്, ഒരു പുരുഷന്റെ സ്റ്റാൻഡേർഡും ആ സ്ത്രീയുടെ സ്റ്റാൻഡേർഡും തമ്മിൽ ഏകദേശം ഒക്കുന്നില്ല. നമ്മളത് നോക്കാറുണ്ടല്ലേ മാനുഷികമായി തന്നെ. എന്നാൽ നമ്മുടെ കർത്താവിന്റെ മണവാട്ടി നാം ആയി തീരണമെങ്കിൽ അവന്റെ സ്വഭാവത്തോട് നാം ദൈനംദിനം അനുരൂപരായിക്കൊണ്ടിരിക്കണം. Praise the Lord. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ദൈവാത്മാവിനോട് പറഞ്ഞു ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ, നാം ഹല്ലേലൂയ ദൈവമക്കളുടെ ഈ നമ്മുടെ ഗോളത്തിലേക്ക് നാം നോക്കുമ്പോൾ, വിശ്വാസ ഗോളത്തിലേക്ക് നോക്കുമ്പോൾ പലവിധമായ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടെ പോകും. എന്നാൽ നാം ഒരിക്കലും അതിൽ തളരരുത്. ഹല്ലേലൂയ, പലപ്പോഴും ഈ വിഷയങ്ങൾ വ്യക്തികൾ മറന്നു പോകുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ നാം ആരെന്നുള്ള ബോധ്യവും നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഹല്ലേലൂയ എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കണം. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇവിടെ വന്ന് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ, പ്രത്യേകിച്ച് യൂത്ത് മീറ്റിംഗ് എന്ന നിലയിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ ചലഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം ദൈവാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വചനം വായിച്ച് അല്പനേരം അതിനെക്കുറിച്ച് സംസാരിച്ച് ഹല്ലേലൂയ ദൈവം എന്റെ ഹൃദയങ്ങളിൽ തന്ന ചിന്തകളെ ഹല്ലേലൂയ ഭാരത്തെ ദൈവജനത്തിന്റെ മധ്യയിൽ ഹല്ലേലൂയ അത് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, നാം ഇവിടെ കടന്നു വന്ന് ഹല്ലേലൂയ എല്ലാ ആഴ്ചയിലും നാം കടന്നു വരുന്നു, ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. ഹല്ലേലൂയ, ആ ഒരു അവസ്ഥയിലല്ല ദൈവമക്കളെ. ഹല്ലേലൂയ, ഓരോ വചനങ്ങളും ഓരോ ആഴ്ചകളും നാം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കണം, നമ്മുടെ ക്യാരക്ടറിന് ഒരു മാറ്റം ഉണ്ടാകണം. ഹല്ലേലൂയ, നമ്മുടെ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ആ സ്വഭാവത്തോട് പിന്നെയും ഒന്ന് ഏകീഭവിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവിനെ പിന്നെയും ഒന്ന് പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു ഒരുക്കവും തിടുക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ദൈവമക്കളെ. ഹല്ലേലൂയ, നമുക്കറിയാം ഇന്ന് ഹല്ലേലൂയ ദൈവമക്കളുടെ ഗോളത്തിൽ ദൈവവചനത്തിന് യാതൊരു വിലയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഭൗതികമായും ഹല്ലേലൂയ അതോടൊപ്പം ഇമോഷണൽ ആയിട്ടുള്ള മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു തലമുറയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളെ നിലനിർത്തുന്ന ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ, അത്ഭുതങ്ങളല്ല, നമ്മളെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2:15 വാക്യം. അതോടെ ചേർന്ന് യോഹന്നാന്റെ സുവിശേഷം ജോൺ ചാപ്റ്റർ 3 verse 19 and 20. That light has come into the world, and men love darkness rather than light, because their deeds were evil. And for everyone that doeth evil hateth the light, neither cometh to the light, lest his deeds should be reproved. Yeah, and also Matthew chapter 5 verse 14 to 16. Ye are the light of the world, a city that is set on a hill that cannot be hid. Neither do men light a candle and put it under a bushel, but on a candlestick, and it giveth light unto all that are in the house. Let your light so shine before men, that they may see your good works and glorify your Father which is in heaven. Amen. Hallelujah. Hallelujah. I think everybody understand Malayalam, right? I can speak in Malayalam. Okay. So, ഇവിടെ നാം ഇങ്ങനെ വായിക്കുവാനിടയായിരുന്നു ഫിലിപ്പിയ ലേഖനത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ വായിക്കുവാനിടയായി തീർന്നു that you may become blameless and harmless children of God without blemish in the midst of a crooked and perverse generation, among whom you are seen as light in the world. Hallelujah. I want to stress, ഞാൻ ഊന്നൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് among whom, hallelujah, ഈ തലമുറ hallelujah ഒരു hallelujah crooked ആയിട്ടുള്ള perverse ആയിട്ടുള്ള ഒരു തലമുറയുടെ മധ്യത്തിൽ ദൈവം നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്നത് ഒരു ജ്യോതിസിനെ പോലെ പ്രകാശിക്കുവാനാണ്. Hallelujah. You know the star, hallelujah, as a star of the universe, hallelujah, you have to be a